നമ്മുടെ SSCയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന GD കോൺസ്റ്റബിൾ പരീക്ഷയുടെ ഫിസിക്കൽ ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ടീസ് ഇപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഷെയർ ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടെ നിരവധി ഗ്രൂപ്പുകളിലായിട്ട് ഇത് ഷെയർ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു നോട്ടീസിൽ പറയുന്നത് എന്താണ്, സത്യമാണോ, അതിൽ പറയുന്നത് പോലെ ഫിസിക്കൽ നടക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ GD കോൺസ്റ്റബിളിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് GD കോൺസ്റ്റബിളിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പാണ്. അതിലുൾപ്പെടെ ഇതിൽ മാത്രമല്ല മറ്റ് നിരവധി ഗ്രൂപ്പുകളിലായിട്ടും ഈ ഒരു നോട്ടീസിനെ സംബന്ധിച്ചിട്ടാണ് ഉദ്യോഗാർത്ഥികൾ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത്. പുതിയ നോട്ടീസ് വന്നിട്ടുണ്ടല്ലോ, സത്യമാണോ എന്നുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും അറിയേണ്ടത്. സോ ഒരു കാര്യം പ്രധാനമായിട്ടും പറയാനുള്ളത്, നമുക്കറിയാം നമ്മുടെ റിസൾട്ടിനൊക്കെ വേണ്ടി വെയിറ്റിംഗ് ആണ്. നിരവധി അപ്ഡേറ്റ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അധികം ഇതിലേക്ക് കടക്കുന്നില്ല. ജസ്റ്റ് ഈ നോട്ടീസ് സത്യമാണോ അല്ലയോ, കാരണം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ ഫിസിക്കൽ ഡേറ്റ് ഇന്ന് തുടങ്ങുകയാണെങ്കിൽ നല്ല മാർക്കുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ട്. കുറച്ചും കൂടി കഠിനമായിട്ട് പ്രാക്ടീസ് ചെയ്യണം, കുറച്ചും കൂടി നല്ല രീതിയിൽ നോക്കണം. പല പ്ലാനിങ്ങും ഇതിനെ സംബന്ധിച്ച് എല്ലാവരും ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് സത്യമാണോ ഇല്ലയോ എന്ന് അറിയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. ഈ ഒരു ഡേറ്റ് നമുക്ക് ഫിസിക്കൽ അല്ലെങ്കിൽ എക്സാം ഡേറ്റ് എന്ന് പറയുമ്പോൾ അതിനെ അനുസരിച്ചിട്ട് ഒരുപാട് പേര് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നോട്ടീസ് സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യം അറിയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് നോട്ടീസിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് ദി PST PET ഇവൻറ്റ് ഓഫ് CT എന്ന് പറയുമ്പോൾ കോൺസ്റ്റബിൾ GD ആണ്. എക്സാമിനേഷൻ 2024 ഇൻ CAPF SSF. അപ്പോൾ പോസ്റ്റുകളെ പറ്റിയിട്ടാണ് മെൻഷൻ ചെയ്തത്. പിന്നെ ക്വാളിഫൈഡ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് ഈസ് ടെൻറ്റേറ്റീവ്ലി ഷെഡ്യൂൾഡ് ഫ്രം 21/7/2024, അതായത് ജൂലൈ 21 മുതൽ നടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നോഡൽ ഏജൻസി ആയിട്ട് CRPF-നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. CRPF-ൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു, SSC GD കോൺസ്റ്റബിളിൻ്റെ 2024 നോട്ടിഫിക്കേഷൻ ഇറങ്ങുമ്പോൾ മുതൽ തന്നെ വലിയൊരു ട്വിസ്റ്റോട് കൂടിയായിരുന്നു സംഭവങ്ങൾ മുഴുവൻ നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഒരു സിനിമ സ്റ്റൈൽ കഥ തന്നെയായിരുന്നു തുടക്കം മുതലേ നടന്നു വരുന്നത്. ഇതുവരെ നടന്നു വന്നിട്ടുള്ളത് ആ ഒരു രീതിയിലാണ്. തുടക്കത്തിലൊരു നോട്ടീസ് വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 75,000 അതിൻ്റെ കൂടുതലായിട്ടും വേക്കൻസി 70K+ വേക്കൻസി ഒക്കെ ആയിട്ട് വന്ന നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അത് ഫേക്കാണെന്ന് നമ്മൾ ഒറ്റയടിക്ക് തിരിച്ചറിഞ്ഞത് ഒറ്റയൊരു കാര്യത്തിലൂടെയാണ്. അവിടെ SSC GD കോൺസ്റ്റബിൾ എക്സാമിനേഷൻ അല്ല നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് 2023 മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഫേക്ക് നോട്ടീസ് ഉണ്ടാക്കിയവർക്ക് തുടക്കത്തിൽ പയച്ചില്ല. ഇവിടെ GD 2024 എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ രണ്ടാമത് എത്തുമ്പോഴേക്ക് ഇവിടെ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇപ്പം നടക്കുന്നത് 2024 എക്സാമിനേഷൻ തന്നെയാണ്. ഒഫീഷ്യലായിട്ട് നിങ്ങൾക്കിത് സെർച്ച് ചെയ്താലും അതുപോലെ തന്നെ 2024 ഇപ്പം നിങ്ങൾ എഴുതിയിട്ടുള്ള പരീക്ഷൻ്റെ നോട്ടീസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ മുകളിൽ 2024 എന്നാണ് എഴുതിയിട്ടുള്ളത്. പലരും ഇത് 2023 നോട്ടിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഈ 2023 ഫേക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടാക്കുമ്പം വരെ ഉൾപ്പെടുത്തുന്നത്. അത് സത്യം പറഞ്ഞാൽ വലിയൊരു തെറ്റ് തന്നെയാണ്. ആ തെറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യം. സോ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വരാനിരിക്കുന്നത് 2025 നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾ SSCൻ്റെ കലണ്ടർ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ മെൻഷൻ ചെയ്തത്, അവിടെ എഴുതിയിട്ടുള്ളത്, SSC തന്നെ എഴുതിയിട്ടുള്ളത് 2025 നോട്ടിഫിക്കേഷൻ എന്നാണ്. അപ്പോൾ എന്തൊരു അപ്ഡേറ്റ് പ്രോപ്പറായിട്ട് നമ്മുടെ ഒഫീഷ്യൽ സോഴ്സിൽ നിന്ന് വരുമ്പോഴും കൃത്യമായിട്ടുള്ള ഡേറ്റ്, കാറ്റഗറി നമ്പർ തന്നെ മെൻഷൻ ചെയ്യും. ഇപ്പോൾ ഒരു കാറ്റഗറി നമ്പർ റിക്രൂട്ട്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ കാറ്റഗറി നമ്പർ തെറ്റാതെ തന്നെ റിപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ പോസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പം പ്രധാനമായിട്ടും പറയേണ്ടത് ഇത് ഫേക്കാണ്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ, ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞത്. ഇതിനെപ്പറ്റി അന്വേഷിച്ചിരുന്നു, അപ്പോഴും ഫേക്കാണെന്നാണ് മനസ്സിലായിട്ടുള്ളത്. സോ ഇത്രയധികം കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ബാക്കി അപ്ഡേറ്റ് കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.